യെസ്, 2200 കിലോമീറ്റർ ഓടി ഇന്ന് ഖജറാഹു, അത് MP മധ്യപ്രദേശ് ഓൾ ഇന്ത്യ ട്രിപ്പായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ഖജറാഹു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടല്ലോ, എൻ്റെ പൊന്നോ, നിങ്ങൾ ജീവിതത്തിൽ കാണേണ്ട ഒരു ടെമ്പിളാണ്. ഇത്ര ഐശ്വര്യം, ഇത്ര നല്ല വർക്കും, ഇത്ര നല്ല വാസ്തുശാസ്ത്രം. ഇന്ത്യയുടെ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഖജറാഹു ആണ്. ഖജറാഹു ഉണ്ട്, കൊണാർക്കുണ്ട്, ദ്രാവിഡുണ്ട്, മുഗളുണ്ട്, ചെട്ടിനാടുണ്ട്. ഇതെല്ലാം പഠിച്ച് പാസ്സായാലാണ് നമുക്കൊരു ഡിസൈനർ ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇതൊരു വലിയ സബ്ജക്ട്. ഇത്ര വലിയ ബുക്ക് തന്നെ പഠിക്കാനുണ്ട് നമുക്ക് ഈ ഖജറാഹുവിനെ കുറിച്ച്. ഇത് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. അത്ര ഗംഭീരം. നമ്മുടെ ലൈഫിലുള്ള ഓരോ പാർട്ടുകൾ വളരെ കുഞ്ഞായിട്ട് കൊത്തിവെച്ച് അതിഗംഭീര വർക്കുകളാണ്. ഇത് ലോക്കിംഗ് സിസ്റ്റമാണ്. നിങ്ങൾ ഈ മന്ദിരമുണ്ടല്ലോ, ഈ അമ്പലം നിങ്ങൾ കണ്ട ഞെട്ടും. ഇത് ഒരിക്കലും സിമെന്റിലല്ല, ലോക്ക് സിസ്റ്റം. നമ്മളിന്ന് ഇന്റർലോക്ക് സിസ്റ്റം എന്ന് പറയില്ലേ, ഇന്റർലോക്ക് സിസ്റ്റത്തിലാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. ഇതിന്റെ അവിടെ ഓരോ സംഭവങ്ങളും നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അത്ര ഗംഭീരമാണ്. വരൂ. ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്പോൺസർ ചെയ്യുന്നത് സിംബോളോ ടൈൽസ് ആൻഡ് ബാത്ത്വേസ്. നിങ്ങൾ ഈ കൊണാർക്ക് ടെമ്പിളിലുള്ള അടിപൊളി സെയിം ഡിറ്റോ ടൈലുകൾ നമുക്കിതിൽ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു നോക്കൂ. സോയിൽ സീരീസ്, സ്റ്റോൺ സീരീസ്, റോക്ക് സീരീസ്, എങ്ങനെയുണ്ട് പല പല ടൈലുകൾ കൂടിയതാണ്. നിങ്ങൾക്ക് കൊണാർക്കിൻ്റെ പൈതൃകത്തിൻ്റെ കളറുകൾ നിലനിർത്തണമെങ്കിൽ നമുക്ക് ആ ടൈലുകൾ ഇവരിൽ കിട്ടുന്നതാണ്. ഈ 20 കിലോമീറ്റർ ചുറ്റിലാണ് ഈ അമ്പലങ്ങളെല്ലാം കിടക്കുന്നത്. ഇവിടെ 1000 വർഷം മുമ്പാണ് ഈ അമ്പലങ്ങളൊക്കെ പണിത്. നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്ത് എന്തുണ്ടായി, ഇവിടുത്തെ രാജാക്കന്മാരുടെ യുദ്ധക്കാരനൊക്കെ പോയിട്ട് ഇത് കാടിൽ മൂടിക്കിടക്കായിരുന്നു. 1850 ഒരു ബ്രിട്ടീഷുകാരൻ കണ്ടെത്തിയാണ് ഇവിടെ ഇങ്ങനെ അമ്പലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. തിരിച്ച് നമ്മൾ ഇന്ത്യക്കാർ അറിഞ്ഞത്. അത്ര പുരാതന, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ്. കാരണം ആ കാലങ്ങളിൽ 1100 വർഷം മുമ്പ് സംസ്കൃതം എഴുതി വെച്ചിട്ടുണ്ടോ? സംസ്കൃതം കണ്ടാ, 1100 വർഷം മുമ്പ് നോക്ക്, സംസ്കൃതം. നമ്മുടെ വിദ്യാഭ്യാസം നോക്കി ആ കാലങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു സംഭവങ്ങൾ. എന്തെല്ലാം പ്രത്യേകതകളാണ് നോക്കൂ. ഈ അമ്പലത്തിന്റെ ഭയങ്കര പ്രത്യേകതകളാണ്. കണ്ടാ നോക്കൂ, ഇതിന്റെ ഡിസൈനൊക്കെ നോക്കൂ. ഇത് ലോക്ക് ആൻഡ് സിസ്റ്റമാണ്. ബ്രിട്ടീഷുകാർ കണ്ടെത്തിയതാണ് 1850. അതുവരെ ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ അമ്പലത്തിന്റെ ഒറ്റ പ്രത്യേകതയാണ് ഇതിന്റെ എല്ലാം നോക്ക്. ഇതിന്റെ വർക്കൊക്കെ നോക്കി, എല്ലാം ലോക്ക് സിസ്റ്റമാണ്. ഖജറാഹു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ത്യൻ വാസ്തുശാസ്ത്രത്തിൽ വളരെ നിർബന്ധമായ ഒരു സബ്ജക്റ്റാണ്. ഇത് പഠിക്കാതെ നമുക്ക് പാസ്സാവാൻ പറ്റില്ല. ഇത് പഠിച്ചിരിക്കണം. ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷനും 1100 വർഷം മുമ്പ് പണിതാണെന്ന് വെച്ചാൽ കണ്ട, ഞാൻ നോക്ക്, ആ ഭഗവാനെ നോക്കൂ, അവിടേക്ക് ആ വെളിച്ചം വന്നിരിക്കും. നോക്കി, ഒരു ലൈറ്റ് പോലും ഇല്ല. നോക്ക്, അത് നേരെ സൂര്യപ്രകാശം അടിക്കാവുന്ന ആംഗിൾ ആൻഡ് ഹൈറ്റ്, ഡെപ്ത് എല്ലാം ഡിസൈൻ ചെയ്തിട്ടാണ് സൂര്യപ്രകാശം അകത്ത് കയറാനുള്ള ഡിസൈൻ ചെയ്തത്. നോക്കൂ. യെസ്, ഇതാണ് ഖജറാഹു ടെമ്പിൾ. അതിന്റെ ബ്ലൂ പ്രിന്റ് വരച്ചിരിക്കുന്നത്. ഈ പ്രിന്റ് പ്രകാരമാണ് ഇത്ര വലിയ ടെമ്പിൾ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിയേ, ഇതിന്റെ കൺസ്ട്രക്ഷൻ രീതി നോക്കിയേ, എന്തോ സെറ്റപ്പ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഇത് ഒന്ന് ഭൂമികുലുക്കം കാരണം ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതെല്ലാം അത് ഇന്റർലോക്കിംഗ് സിസ്റ്റമാണ്. ലോക്കിംഗ് സിസ്റ്റം അല്ല, പണ്ടാലത്തെ സിമെന്റ് ഒന്നുമല്ല. ഒരു ഹോൾ അടിച്ച് മറ്റേ ഇറക്കിയിട്ട് അങ്ങനെ ഇറക്കി മുകളിലിട്ട് ലോക്ക് ചെയ്യുമ്പോഴാണ് ഈ ടെമ്പിൾ അവിടെ നിലനിൽക്കുന്നത്. അന്ന് ചരിഞ്ഞു പോയിട്ട് ഇതെല്ലാം നമ്പർ ഇട്ട് അഴിച്ച് താഴേക്ക് ഇറക്കിയതിനു ശേഷം വീണ്ടും ഗവൺമെന്റ് തന്നെ ഇത് ലോക്ക് ചെയ്ത് കയറ്റി. അങ്ങനെ പല സ്ഥലങ്ങളിൽ കളറുകൾ മാറി വന്നിട്ടുണ്ട്. ലോക്ക് ചെയ്ത് നിർമ്മിച്ചു. അങ്ങനെയാണ് ഇവിടെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, ലൈം സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ മാറ്റം വരുത്തിയാണ് ഇപ്പൊ കളർ ചേഞ്ച്. കണ്ട നോക്കൂ, ലോക്കിംഗ് സിസ്റ്റം ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ആര് വിചാരിച്ചാലും ഒരു ടെമ്പിൾ അല്ല, ഒരു ബിൽഡിംഗ് പോലും പണിയാനുള്ള കഴിവ് നമുക്ക് ഇന്ന് വന്നിട്ടില്ല. 1100 വർഷം മുമ്പ് നമ്മുടെ കഴിവ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ കഴിവുണ്ടല്ല, ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പുറം കഴിവുള്ളവരായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടല്ലോ. ഇനി നമുക്ക് ലോകം പിടിച്ചെടുക്കാനുള്ള സുവർണ അവസരമുണ്ട്. അത്ര കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ. യെസ്, ഇതാണ് ഈ ഖജറാഹു ടെമ്പിളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാമസൂത്ര ദൈവികമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഈ കാമസൂത്രനെ ദൈവികം അല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവര് പറയുന്നത് ഒരു ദൈവികമാണ്, അതൊരു ആനന്ദമാണ്, അതൊരു സുഖമാണ്, അത് നിലനിൽപ്പുണ്ടെങ്കിൽ ജീവൻ ഉണ്ടാവുള്ളൂ, അത് നിലനിർത്തണം എന്നും പറഞ്ഞ് 69 പൊസിഷൻ കാര്യങ്ങളാണ് ഇവരവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളതിനൊക്കെ ഒരു പോയി അതൊരു പേടി, അതെന്തൊരു ഒരു നാണം, അല്ലെങ്കിൽ അത് ഒരു മോശമായ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലേക്ക് വരാം. 1100 വർഷം മുമ്പ് അത് നിർബന്ധമാക്കി അവരത് കലയാണെന്നും പറഞ്ഞ്, അത് നിർബന്ധമാണെന്നും പറഞ്ഞ് ആ വിദ്യകളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഖജറാഹു ടെമ്പിൾ ഒരു കാമസൂത്രയല്ല, 5% മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ ജീവൻ നിലനിർത്തുന്നു, മറ്റു സംബന്ധമായ കാര്യങ്ങളെല്ലാമാണ് ഇവിടെ കൺസ്ട്രക്ഷനിലാണ് ഉൾപ്പെടുത്തിക്കുന്നത്. ഇത് ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് വിശ്വസിക്കോ? എത്ര 100 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ലോക്കിംഗ് സിസ്റ്റം. അതായത് ഒരു കല്ല് ഒരു ഹോളിട്ട് വേറെ കല്ല് ലോക്ക് ചെയ്ത് അങ്ങനെ മുകളിൽ പോയിട്ട് ലാസ്റ്റ് ഒറ്റ ലോക്ക്. 1100 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു ടെമ്പിളാണ്. നോക്ക്, ഇന്ന് ആർക്കെങ്കിലും ഇന്ത്യയിൽ ഒരാളെ കൊണ്ട് സാധിക്കുമോ
ലോക്കിംഗ് സിസ്റ്റത്തിൽ കൂടെ 100 അടി പൊക്കത്തിലുള്ള ഒരു അമ്പലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് പണിയാൻ സാധിക്കുമോ? ഇല്ല. എന്താ നമ്മൾ പഠിക്കേണ്ട കാര്യം? അതാണ് ഖജറാഹു. നീ ഖജറാഹു പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. കൺസ്ട്രക്ഷനിലും നിർമ്മാണ രീതിയിലും നമ്മൾ പഠിക്കണം. ആധുനിക നിർമ്മാണത്തിൽ ഖജറാഹു ആണ് ഫോളോ ചെയ്യണേ. ഖജറാഹു ടെമ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ 1100 വർഷം മുമ്പ് ഇന്ത്യയുടെ കഴിവും സംസ്കാരവും കഴിവും പ്രൗഢിത്വവും ഒരു കാണിച്ചെന്ന് ഉരുത്തിരിവാണ്. നമ്മൾ നിലനിർത്തിയേ പറ്റൂ. ഇത് ഓരോ പീസ് കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ വിരലെടുക്കും കേട്ടാ. കണ്ടാ ലോക്ക് സിസ്റ്റമാണ്. ഇത്രയും വെയിറ്റ് ഉള്ള സാധനം ലോക്ക് സിസ്റ്റം നിൽക്കാണ്. കണ്ടാ നോക്കേ, ലൈം സ്റ്റോൺ കൊണ്ട് പണിതിരിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ ഇപ്പൊ ഈ ജോയിന്റ് ഒക്കെ അടച്ചത് ഇപ്പൊ ചെയ്തതാണ് നമ്മുടെ സർക്കാർ ചെയ്യണത്. അതൊക്കെ ഈ പ്രാണികളോ അല്ലെങ്കിൽ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടി അവര് ആ കാലങ്ങളിലൊന്നും ചെയ്തിട്ടില്ല. ആ കാലങ്ങളിൽ അത് ചെയ്യാൻ പറ്റില്ല. പഴുതാരൊക്കെ കയറിയിരിക്കാൻ വേണ്ടി ഇപ്പൊ ചെയ്തതാണ്. ആ കാലങ്ങളിൽ അങ്ങനത്തെ ഒരു സീനേ ഇല്ല. ഇതില് ചെയ്യുന്ന ഡിസൈൻ ആയിരിക്കില്ല ഇത് വേറെ ഡിസൈൻ, ഇത് വേറെ ഡിസൈൻ. ഇതിനൊക്കെ കഥകളുണ്ട്. ഇതെല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത് പോകാൻ പറ്റില്ല. എന്തോരം കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ കാര്യങ്ങളുടെ ഒരു ഹിസ്റ്ററികളുണ്ട് കേട്ടാ. ഓക്കെ, അന്നത്തെ ആ ഷേപ്പില്ലേ, ആ ഷേപ്പ്, ഡാൻസിന്റെ സ്റ്റെപ്പുകളും ആ ഷേപ്പും ഇന്നും ഒരാൾക്ക് പോലും കോപ്പി ചെയ്യാൻ പറ്റില്ല. സാരി, ഡ്രസ്സ് അന്ന് എല്ലാം ഉണ്ടായി കണ്ട. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു. അന്ന് ഇവിടെ കണ്ട വൈദ്യനുണ്ടായിരുന്നു കണ്ട. കാൽമ മുള്ളു കയറിയിട്ട് മുള്ളു കയറിയിട്ട് ഒരു വൈദ്യം വന്നിട്ട് കണ്ട. ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ നിന്ന് ആ മുള്ളു എടുക്കാൻ വേണ്ടി വൈദ്യം വന്നിരിക്കുകയാണ്. അവരത് സീൻ കൊടുത്തിരിക്കുകയാണ്. നോക്ക് എന്തെല്ലാം കാര്യങ്ങൾ, എല്ലാ കൺസ്ട്രക്ഷനും ഇതും ഒക്കെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാ. ഓരോ കഥകൾ, അന്ന് യുദ്ധത്തിന് പോണ കഥകൾ കണ്ട. യുദ്ധത്തിന് പോണ കഥകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അന്നുണ്ടായ എല്ലാ സംഭവങ്ങളും ആസ്പദമായത് അവരുടെ നാടുകളിലുണ്ടായ 1100 വർഷം മുമ്പ് അവരുടെ നാടുകളിലുണ്ടായ എല്ലാ സംഭവങ്ങളും അവർ കൊത്തുപണിക്കൂടെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സ്വാഭാവികമാണ്. നമ്മളിത് ഇന്ന് എഴുതും പോലെ അന്ന് ആ കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്താണ് സംസ്കാരം നിലനിർത്തിക്കൊണ്ടിരുന്നത്. 1100 വർഷം മുമ്പ് പണിത ആദ്യത്തെ ഖജറാഹു ടെമ്പിളാണ് ഈ പണിത്. ഇത് ശിവന്റെ ടെമ്പിളാണ്. അങ്ങനെ പണിതുകൊണ്ടിരിക്കും ഒരേ ഡിറ്റോ തന്നെ. പിന്നെ രാജാവിന് തോന്നി വിഷ്ണു വേണം. അങ്ങനെ പ്രാർത്ഥനയ്ക്കുമ്പോൾ നമുക്ക് അടുത്ത ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിഷ്ണുവിന് ഉള്ള ടെമ്പിളാണ്. സെയിം ഡിറ്റോ ടെമ്പിളാണ്. കുറച്ച് ചെറിയ ടെമ്പിളാണ്. വിഷ്ണുവിന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കുറേ നാൾ തോന്നി പാർവതിയോടും വേണം. അങ്ങനെ പാർവതിക്ക് ഒരു ടെമ്പിൾ പണിത് കൊടുത്തു. പാർവതി കഴിഞ്ഞ് കുറേ നാളോടും കഴിഞ്ഞപ്പോൾ സൂര്യഭഗവാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ സെയിം ഡിറ്റോ സൂര്യഭഗവാൻ പണിതിരിക്കുന്നു കേട്ടോ. 1 2 3 വീണ്ടും ശിവന്റെ ടെമ്പിൾ വീണ്ടും പണിതിരിക്കുന്നു. ഓക്കെ, ഈ സെയിം ഈ ടെമ്പിളുകളെല്ലാം ഒരേ അളവ്, ഒരേ കൊത്തുപണി, ഒരേ ഡിസൈൻ എല്ലാം ഒരുപോലെ തന്നെ നിർമ്മിച്ച് അവരിത് കൃത്യമായിട്ട് സെറ്റാക്കി എടുത്തിരിക്കുന്നതാണ്. ഒരേ ടൈമിൽ പല വർഷങ്ങളായിട്ട് പണിതിരിക്കുന്ന ടെമ്പിളാണ്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊണാർക്ക് ടെമ്പിൾ 1000 വർഷം കാട്ടിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. അതാരും കണ്ടെത്തിയിട്ടുണ്ടായില്ല. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു അമ്പലം കണ്ടെത്തിയ ആ സമയത്ത് ഇവിടെ ഭരിച്ചിരുന്ന രാജാവ്, മതസൗഹൃദ രാജാവ്, ഇസ്ലാം, ഹിന്ദു, ബുദ്ധ പ്രകാരം, വാസ്തുശാസ്ത്ര പ്രകാരം ഈ ടെമ്പിൾ ഇവിടെ പണിതിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെട്ടനാട് സിമെൻറ്റ് ഉപയോഗിച്ച് അതിഗംഭീരമായിട്ട് വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഇത് പണിതിരിക്കുന്നത്. കൊണാർക്കിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് തന്നെ പണിതിരിക്കുന്ന ഒരു ടെമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിംബോളോ ടൈൽസ് ആൻഡ് ബാത്ത് വെയർ. ഇതിനേക്കാൾ നല്ല ഓൾ ഇന്ത്യ ട്രിപ്പിലെ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷയുണ്ട്. ഇന്നിവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.